ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഷീനസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. ഒരു 2 ടയർ ടെഡി ബിയർ തീം കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇതൊരു 2 kg വരുന്ന ഒരു കേക്കാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഫോണ്ടന്റ് ഡെക്കറേഷൻസ് ഒക്കെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട്, ഈ 2 ടയർ ചെയ്യാനായിട്ട് 9 ഇഞ്ച് പാനും 6 ഇഞ്ച് പാനുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 9 ഇഞ്ച് പാനിൽ 1.5 kgയുടെ ഒരു കേക്കും അതുപോലെ തന്നെ 6 ഇഞ്ചിൽ ഒരു 1/2 kgയുടെ കേക്കുമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി നേരത്തെ തന്നെ ഞാൻ ലെയറിംഗ് ഒക്കെ ചെയ്തു കേക്ക് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിലൊന്ന് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് താഴത്തെ ലെയർ എടുത്തിട്ട് ഇതുപോലെ വൈറ്റ് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെനിക്ക് കസ്റ്റമർ തന്ന ഒരു ഡിസൈൻ ആയിരുന്നു. അപ്പോൾ അതേപടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് താഴത്തെ ലെയർ നമ്മൾ ചെയ്തിട്ടുള്ള 9 ഇഞ്ചിൻ്റെ പാനിൽ ആ ഒരു കേക്ക് ഫുള്ള് വൈറ്റ് ക്രീം കൊണ്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സൈഡ് ഫുള്ള് ഫില്ല് ചെയ്തു. മേളിൽ ഒരു 2-3 ലെയർ മാത്രം ഒന്ന് ഫില്ല് ചെയ്തിട്ടുള്ളൂ. കാരണം മേളിൽ സെക്കൻഡ് ലെയർ വരുന്നത് കാരണം നമുക്ക് ഫുള്ളായിട്ട് ക്രീം ഫിനിഷ് ചെയ്തെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ സൈഡ് ഇത് ഞാൻ ക്ലിയർ ആയിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. ഇനി മേളിലോട്ട് പൊന്തി നിൽക്കുന്ന ക്രീം ഇതുപോലെ സ്പാച്ചുല വെച്ചൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. പതുക്കെ ഓരോ തവണ നമ്മൾ സ്പാച്ചിൽ യൂസ് ചെയ്യുമ്പോഴത്തേനും ആ ക്രീം ഒന്ന് വടിച്ച് കളഞ്ഞിട്ട് വേണം നെക്സ്റ്റ് ടൈം യൂസ് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോഴത്തേന് ക്രീം വീണ്ടും അതിലേക്ക് പറ്റി പിടിക്കുന്ന പ്രോബ്ലം ഉണ്ടാവും. ഇപ്പം ഞാൻ ഈ ഒരു സ്പാച്ചിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി അതിനെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമുക്ക് കേക്ക് ഒരുവിധം ഫിനിഷ് ആയെന്ന് തോന്നുന്ന ആ ഒരു ടൈം വരെ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. ഇപ്പോഴത്തെ നമ്മുടെ കേക്ക് നല്ലതുപോലെ ഫിനിഷായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ടയർ അതുപോലെ തന്നെ ഫിനിഷാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കളറ് മാജിക് കളേഴ്സിൻ്റെ ഐസ് ബ്ലൂ കളറാണ് യൂസ് ചെയ്യുന്നത്. അതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് വൈറ്റ് ക്രീം കളർ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ കേക്ക് ഫുള്ളായിട്ട് ക്രീം കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെക്കൻഡ് ടയർ ഫുള്ളായിട്ട് തന്നെ ക്രീം കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എപ്പോഴും ഇങ്ങനെ പൈപ്പിംഗ് ബാഗിൽ ചെയ്യുമ്പോഴത്തേനും നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഈവനായിട്ട് തന്നെ എല്ലാ ഭാഗത്തും ക്രീം ഒരുപോലെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേ ക്രീം ഞാൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ആദ്യം ചെയ്ത കണക്ക് തന്നെ ഈ ഒരു കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. നമുക്ക് ഫസ്റ്റ് സൈഡ് വൈസ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മേളിലത്തെ ഭാഗം നമുക്ക് ക്ലിയർ ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാം. അങ്ങനെ സെക്കൻഡ് ടയർ നമ്മൾ ഫിനിഷ് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫോണ്ടന്റ് ഡെക്കറേഷൻസ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനായിട്ട് മെയിനായിട്ട് ഒരു ടെഡി ബിയർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ടെഡി ബിയർ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്കും ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം എനിക്കൊരു ഫോണ്ടന്റ് ബോ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ഗം പേസ്റ്റും അതുപോലെ തന്നെ ഈക്വൽ ക്വാണ്ടിറ്റിയിലുള്ള ഷുഗർ പേസ്റ്റും രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് നീഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരുവിധം നീഡ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് മാജിക് കളേഴ്സിൻ്റെ ഐസ് ബ്ലൂ കളർ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ഡ്രോപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഈ കളർ എല്ലാ ഭാഗത്തും എത്തുന്ന തരത്തിന് നല്ലതുപോലെ തന്നെ നീഡ് ചെയ്തെടുക്കണം.
അപ്പോൾ ഇനി ഈ ഒരു ഫോണ്ടന്റിനെ നമുക്ക് നല്ല വീതിക്ക് ഒന്ന് പരത്തിയെടുക്കാം. കാരണം നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്ന ഫോണ്ടന്റ് ബോ ഇച്ചിരി ഒന്ന് വലിപ്പത്തിൽ ഒരു വീതിയിലുള്ള ഒരു ബോയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചൊന്ന് പരത്തി കൊടുക്കുക. പരത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് തിക്കായിട്ടും പരത്തരുത്, ഒരുപാട് തിന്നായിട്ടും പരത്തരുത്. മീഡിയം ഒരു തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. എന്നിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ഈ ഒരു സൈസ് മതിയാകും നമ്മുടെ ബോ ചെയ്യാനായിട്ട്. പിന്നെ ബോയുടെ രണ്ട് സൈഡും രണ്ടറ്റവും നമ്മൾ സെൻറ്ററിലേക്ക് ആക്കി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ഒന്ന് അതിനെ നിർത്തിയതിന് ശേഷം അതൊന്ന് കറക്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ അറ്റങ്ങളൊന്ന് അകത്തേക്കൊന്ന് ചുളിവ് പോലെ ആക്കി കൊടുക്കുക. ആ ബോ കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാവാനായിട്ട് അങ്ങനെ ചെയ്യുന്നത്. വീണ്ടും ഒന്ന് നിർത്തിയതിന് ശേഷം അതൊന്ന് കറക്റ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒരു ചെറിയൊരു പീസ് കൂടെ ഒട്ടിച്ച് നമുക്ക് ബോ ചെയ്തെടുക്കാം. എന്നിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഒന്ന് ഡ്രൈ ആകാനായിട്ട്. ആ സമയത്ത് ബോയിലേക്കുള്ള രണ്ട് സൈഡിൽ വെക്കാനുള്ള ഒരു റിബൺ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരേ നീളത്തിന് ഒരേ വീതിക്കുള്ള രണ്ട് സ്ട്രൈപ്സ് കട്ട് ചെയ്തെടുക്കുക. ഇത് നിങ്ങൾക്കിപ്പോൾ സ്കെയിൽ വെച്ച് അളന്നിട്ട് ഒരേ വീതിക്ക് നീളത്തിനും വേണേൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ഏകദേശ അളവിന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ രണ്ട് സ്ട്രൈപ്സ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒരു ഇംപ്രഷൻ കട്ട് ചെയ്ത് കൊടുക്കുക. രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേളിലെ ഭാഗം ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ റിബൺ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടല്ല വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഒരു ചുളിവ് പോലെ ഇങ്ങനെ വയ്ക്കാനായി ഒരു അൺഈവനായിട്ട് വെക്കാനാണ്. അപ്പോൾ അതിനനുസരിച്ചൊന്ന് ആ ഒരു ചുളിവ് പോലെ ഒന്ന് അൺഈവനായിട്ടൊന്ന് മടക്കി വയ്ക്കുക. എങ്കിൽ മാത്രമേ അങ്ങനെ നമുക്ക് ഡ്രൈ ആയി കിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് ബാക്കി ഡെക്കറേഷൻസ് കൂടെ ചെയ്തെടുക്കാം. ഇനി ഞാൻ ബ്ലൂ കളർ ഫോണ്ടന്റ് ഒന്ന് പരത്തിയിട്ട് കുറച്ച് റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് റൗണ്ട് വൈറ്റ് റൗണ്ട്സും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫോണ്ടന്റ് ഡെക്കറേഷൻസിനുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ ഫോണ്ടന്റ് ഇതും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ 2 ടയർ എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. കേക്ക് ഓൾറെഡി ഫ്രിഡ്ജിൽ നല്ലതുപോലെ തന്നെ കുറഞ്ഞത് ഒരു 3-4 മണിക്കൂറെങ്കിലും നല്ലതുപോലെ ഫ്രീസ് ചെയ്തെടുക്കുക. അതിനുശേഷം പുറത്തെടുത്തിട്ട് നമ്മുടെ ഫസ്റ്റ് ടയറിലേക്ക് ഇതുപോലുള്ള സ്ട്രോയോ അല്ലെങ്കിൽ സ്ക്യൂറോ എന്തെങ്കിലും ഒന്ന് കുത്തി വെക്കാം. ഞാനിവിടെ പേപ്പർ സ്ട്രോയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് കറക്റ്റ് അളവിനൊന്ന് കുത്തി വെച്ചിട്ട് ബാക്കി ഭാഗം മേലോട്ടുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ബാക്കി ഭാഗം താഴേക്ക് ഒന്നാക്കി കൊടുക്കുക. അതുപോലെ ഒരു 3-4 പീസ് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 4 പീസ് സ്ട്രോ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് ജോയിൻ ചെയ്യാൻ ആവശ്യമായിട്ട് ഇതുപോലെ ഒരു സ്ക്യൂവർ എടുത്തിട്ടുണ്ട്. ഇത്തിരി നീളത്തിനുള്ള സ്ക്യൂവറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഇതുപോലുള്ള സ്പാച്ചുല എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആ ഒരു നീളത്തിനുള്ള സ്ക്യൂവർ നമ്മൾ സെക്കൻഡ് ടയറിൻ്റെ മേളിലെ സെൻറ്റർ പോർഷനിലേക്ക് ഒന്ന് കുത്തി കൊടുക്കുക. ഇതുപോലെ ഒന്ന് കുത്തി വെക്കണം. അതിനുശേഷം നമ്മുടെ സ്പാച്ചുല ആ കേക്കിൻ്റെ സെക്കൻഡ് ടയറിൻ്റെ
അടിഭാഗത്തൂടെ ഒന്ന് ഉള്ളിലേക്ക് ഒന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് നല്ലതുപോലെ ഫ്രിഡ്ജിലിരുന്ന് സെറ്റായിട്ടുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ലാതെ തന്നെ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. കേക്ക് സെറ്റായിട്ടില്ലെങ്കിൽ ഇത് ചെയ്യുമ്പോഴത്തേന് ചിലപ്പോൾ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് സ്ലിപ്പായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതുപോലെ തന്നെ സെൻറ്ററിൽ ആ സ്ക്യൂവറിൽ പിടിച്ചുകൊണ്ട് തന്നെ ഈ കേക്ക് പതിയെ ലിഫ്റ്റ് ചെയ്ത് ഫസ്റ്റ് ടയറിൻ്റെ മുകളിൽ നമുക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ടില്ലെങ്കിൽ അത് സ്ക്യൂർ ഒന്ന് അങ്ങോട്ട് പൊന്തിച്ചിട്ട് സ്പാച്ചിൽ വെച്ച് കറക്റ്റ് ഒന്ന് നീക്കി നമുക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം സ്പാച്ചിൽ പുറത്തേക്കൊന്ന് വലിച്ചെടുക്കുമ്പോഴത്തേനും കറക്റ്റായിട്ട് അത് പുറത്തേക്ക് വരും. ക്രീമൊന്നും ഇളകി പോകാതെ തന്നെ വന്ന് കിട്ടും നമുക്ക്. ഇനി ആ സ്ക്യൂവർ താഴേക്ക് ഒന്ന് ഇറക്കി കൊടുക്കുക. ഇറക്കിയിട്ട് ആ കറക്റ്റ് അളവിനനുസരിച്ച് അതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം അത് ഉള്ളിലേക്ക് തന്നെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുക. ഇപ്പം നമ്മുടെ 2 ടയർ ഇവിടെ കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ മേളിലെ ഹോള് നമുക്ക് എന്തെങ്കിലും ടോപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങനെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ടോപ്പറൊന്നും ഇല്ല, ക്ലിയർ ആയിട്ടാണ് വെക്കാനുള്ളെങ്കിൽ ആ ഹോള് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കണം. ഇപ്പം എന്തേലും നമ്മുടെ 2 ടയർ ഇവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൽ ഫോണ്ടന്റ് ഡെക്കറേഷൻസ് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം തന്നെ ടെഡി ബിയറിനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലുള്ള ബ്ലൂ കളർ സാറ്റിൻ റിബണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു ബോർഡറിലൂടെ ഒന്ന് ചുറ്റി കൊടുക്കണം. എപ്പോഴും ഈ റിബണൊക്കെ ചുറ്റി തുടങ്ങുമ്പോഴത്തേന് പുറകില്ലെന്ന് വേണം, അത് കേക്കിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പം മെല്ലെ മെല്ലെ ഇതുപോലെ തന്നെ ഒന്ന് ചുറ്റി കൊടുക്കുക. ഒരുപാട് പ്രസ് ചെയ്യരുത്, കാരണം ക്രീം ഉള്ളിലേക്കായി പോവും. അതുകൊണ്ട് മെല്ലെ സൂക്ഷിച്ചിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. അതൊന്ന് ഒട്ടിച്ചതിന് ശേഷം കൈ കൊണ്ട് ഈ കാണുന്ന പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഫുൾ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം എക്സസ് ആയിട്ടുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ ഒരു കേക്ക് വരുന്നത് ബ്ലൂ ആൻഡ് വൈറ്റ് തീമിലാണ്. ഇത് ഫസ്റ്റ് ബർത്ത്ഡേക്കൊക്കെ ബോയ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു തീം കേക്കാണ്. ഇനി അതുപോലെ തന്നെ വേറൊരു പീസ് നമുക്ക് മേളിലും ബോർഡറായിട്ട് വെച്ച് കൊടുക്കാം. അതും ഞാൻ പുറകു സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത് ചുറ്റി കൊടുക്കാനായിട്ട്. അപ്പോൾ സെക്കൻഡ് ടയറിൽ നമ്മൾ ഇതുപോലെ റിബണൊക്കെ ചുറ്റി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം താഴത്തെ ടയറിൽ തട്ടിപ്പോയി ക്രീമൊക്കെ ഇളകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടൊന്ന് ലിഫ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് വേണം ചുറ്റി കൊടുക്കാനായിട്ട്, താഴെ തട്ടാണ്ട്. ഫുള്ള് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ബാക്കി എക്സസ് ആയിട്ടുള്ളതിനെ ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ബോ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടാണ്. അപ്പം അതിന് മുന്നായിട്ടുള്ള ആ റിബണിലേക്കുള്ള ഒരു 2 സ്ട്രൈപ്സ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു കേക്കിന് സൈഡിലായിട്ട് വരുന്ന രീതിയിലാണ് എനിക്ക് തന്നിട്ടുള്ള ഡിസൈനിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അതൊരു സൈഡിലേക്കാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ അത് ഫോൾഡ് ചെയ്തിട്ടുള്ള ആ ഫോൾഡിങ്സ് ഒക്കെ അതുപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. കണ്ടോ, ഇതേമാതിരി തന്നെ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ആ ബോ അതിൻ്റെ മേളിൽ വെച്ച് കൊടുക്കാം. അപ്പം അതിന് മുന്നേയായിട്ട് ആ ബോയുടെ അടിഭാഗത്തായിട്ട് ഇതുപോലെ ചെറിയൊരു ടൂത്ത് പിക്ക് നമുക്ക് കുത്തി വെക്കാം. അപ്പം ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കേക്കിലേക്ക് വെക്കാനായിട്ട് ഈസിയാണ്, ഇളകി പോകത്തൊന്നുമില്ല. ഇനി നമുക്കത് കറക്റ്റ് ആ പൊസിഷനിലേക്കൊന്ന് കുത്തി വെച്ച് കൊടുക്കാം. ഒരുപാട് പ്രസ് ചെയ്യരുത്, ക്രീം ടച്ചായി പോകും അതിലേക്ക്. മെല്ലെ വേണം വെക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ബോ കറക്റ്റ് ഫിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിവിടെ 1 എന്നുള്ള ലെറ്റർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കേക്കിൻ്റെ സെൻറ്റർ പോർഷനിൽ നമുക്ക് വെച്ച് കൊടുക്കാം.
ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഡോട്ട്സ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേക്ക് ഫുള്ളായിട്ട് ഫിനിഷ് ആകും. അപ്പോൾ കേക്കിലെ വൈറ്റ് പോർഷൻസിലെല്ലാം ഈ ഒരു ബ്ലൂ കളർ ഡോട്ട്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബ്ലൂ പോർഷനിൽ നേരെ തിരിച്ച് വൈറ്റ് കളർ ഡോട്ട്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു പാറ്റേണിൽ നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വൈറ്റ് കളർ ഡോട്ട്സും ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കേക്കിൽ വിഷസ് കൂടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഫുള്ളായിട്ട് ഫിനിഷ് ആകും. അപ്പോൾ ഞാൻ വിഷസ് എഴുതി വെക്കുന്നത് കേക്കിൻ്റെ ബേസിലാണ്. ഓൾറെഡി ഞാൻ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഫോണ്ടന്റിലാണ് എഴുതി വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ഫിനിഷായി കിട്ടി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം കൃത്യമായി തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഷീനൂസ് കിച്ചൻ.